ജീവിതത്തിൽ തോൽക്കാത്തവരായിട്ട് ആരുമില്ലെന്ന് പറയാം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് തോൽവി. പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകമെമ്പാടും അറിയുന്ന ഒരു സയൻറ്റിസ്റ്റിന് നമ്മൾ പല പ്രശ്നങ്ങളും അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ടീച്ചേഴ്സൊക്കെ അദ്ദേഹത്തിന് പഠിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ധാരാളം ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തോമസ് ആൽവ എഡിസൺ, നമ്മുടെ ബൾബ് കണ്ടെത്തിയ വ്യക്തി, 1000 പ്രാവശ്യമാണ് അദ്ദേഹം തോറ്റത്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു സെന്റൻസ് വളരെയധികം സ്ട്രൈക്കിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ 10,000 വഴി ഇത് എങ്ങനെ വർക്കാകില്ല എന്ന് പഠിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഞാൻ ഫെയിൽഡ് അല്ല. ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 വേസ് ദാറ്റ് ഇറ്റ് വോണ്ട് വർക്ക്. അതുപോലെ എടുത്ത് പറയപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ സ്റ്റീവൻ സ്പീൽബർഗ് വലിയ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്, സ്കൂളിൽ നിന്ന് റിജക്ട് ചെയ്തൊരു വ്യക്തിയാണ്. JK റോളിംഗ്, ഹാരി പോട്ടറിന്റെ ഓതർ, അദ്ദേഹത്തിന് ഒത്തിരി പ്രാവശ്യം ഈ നോവൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ആളാണ്. അപ്പം ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ആ ഫെയിലിയറിൽ നിന്ന് എന്ത് പഠിക്കും എന്നുള്ള ഒരു കാര്യം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ ഗോളിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുക. ഒരു ദിവസം നമ്മൾ സക്സസ്ഫുൾ ആയി തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകളും ഡീമോട്ടിവേറ്റഡ് ആണ്. അവരുടെ ഫോക്കസിൽ നിന്ന് അവർ ഒരു പ്രാവശ്യം ഫെയിൽ ആയെന്ന് പറഞ്ഞ് അവർ മാറിപ്പോയി. അപ്പോൾ ഇത് മാറാൻ വേണ്ടി ഈ ഒരു വീഡിയോ സഹായിക്കും.